പറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സന്തോഷത്തോടെ കൈയടിച്ചോണ്ട് നിന്നെ പോലൊരു ദൈവമില്ല, അത്ഭുതമാ അതിശയമാ നീ മാത്രമേ ദൈവമെന്നും, അത്ഭുതമാ അതിശയമാ നീ മാത്രമേ ദൈവമെന്നും. ഉന്നതൻ നീ, ഉന്നതൻ നീ, അത്യുന്നതൻ നീ, നിന്നെ പോലൊരു ദൈവമില്ല, അത്ഭുതമാ അതിശയമാ നീ മാത്രമേ ദൈവമെന്നും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. രണ്ട്, അതായത് ഉടമ്പടിയുടെ അൾട്ടിമേറ്റ് എയിമിലേക്കാണ് നമ്മൾ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ രണ്ട് കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞ്, ഒന്ന് ജീസസ് ഒരേ സമയം തന്നെ പേഴ്സൺ ആൻഡ് പവറാണ്. ആദ്യത്തെ അലോട്ട്മെൻറ്റ് പവറാണ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ് പേഴ്സൺ. അപ്പോൾ പവർ കിട്ടിക്കഴിഞ്ഞപ്പോൾ തന്നെ പോയി കളയരുത്, പേഴ്സൺ വരുന്നുണ്ട്, അതെപ്പോഴും വെയിറ്റ് ചെയ്യണം. പവർ എന്ന് പറയുമ്പോൾ അത് ഇപ്പോൾ ബോഡിയിൽ വരുന്ന പവർ അടിച്ചു കഴിഞ്ഞാൽ അത് ഹീലിംഗായി മാറും. ഇപ്പോൾ എന്തും ആൾക്കാർ ഇപ്പോൾ ഉടമ്പടിയിലെ സൗഖ്യത്തിന് ജസ്റ്റ് 3 minutes മതി. ഇപ്പോൾ സാക്ഷ്യം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, എനിക്കറിയത്തില്ലായിരുന്നു, സാക്ഷ്യം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഓൺലി 3 minutes പ്രെയർ. അതിനുള്ളിൽ അല്ലാതെ വാരിക്കെട്ടി 2 മണിക്കൂർ 1.5 മണിക്കൂർ പ്രാർത്ഥനയില്ല, ജസ്റ്റ് 3 minutes പ്രെയർ. കാര്യം ഉടമ്പടിയുടെ ബേസിലാണ് ആ പ്രെയർ ചെയ്യണത്. അപ്പോൾ നമുക്ക് തന്നെ മനസ്സിലായിട്ടില്ല ഉടമ്പടിക്ക് എന്തുമാത്രം റേഞ്ചാണുള്ളതെന്ന്. ഇതിങ്ങനെ ഓരോ ആൾക്കാർ ഓരോ ദിവസവും ഇങ്ങനെ സാക്ഷ്യം ചൊരിയുമ്പോഴല്ലേ നമുക്ക് മനസ്സിലാവണത്. ഇത് നമ്മളൊന്നും പിടിച്ചാൽ ഇത് നിൽക്കത്തില്ല, അത് വേറെ ഒരു ലോകത്തിലാണ് നമ്മളെ കൊണ്ട് എത്തിക്കുന്നത്. എല്ലാ മനുഷ്യരുടെയും എല്ലാ വിഷയങ്ങളല്ലേ, ക്രിസ്തു എല്ലാമാണെന്ന് പറഞ്ഞാൽ കറക്റ്റല്ലേ ഉടമ്പടിയിലൊക്കെ മനസ്സിലാകണത്. എല്ലാ മനുഷ്യരുടെയും എല്ലാ വിഷയങ്ങളിലേക്കുമാണ് ക്രിസ്തു സഞ്ചരിച്ച് പവറായിട്ടും വ്യക്തിയായിട്ടും എത്തണത്. അപ്പോൾ ഉടമ്പടിയിലെ ലക്ഷ്യം എന്താണ്? അതായത് അവിടുന്ന് തൻ്റെ ജനങ്ങളുടെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കുമെന്നാണ് മാലാഖ പ്രവചിക്കുന്നത്. അവിടുന്ന് തൻ്റെ ജനങ്ങളെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കും എന്നാണ് മംഗളവാർത്തയിൽ മാലാഖ മറിയത്തോട് പറയുന്നത്. പക്ഷേ ക്രിസ്തു പിറന്നു കഴിഞ്ഞ് ശമയ ദീർഘദർശി പറയണത് എന്താണ്? എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു. അപ്പോൾ രക്ഷ എനിത്തിങ് ആകാം. അതായത് എവിടെയാണ് നിനക്ക് ഒരു അതിജീവനം വേണ്ടത്, ആത്മീയമാണെങ്കിലും മാനസികമാണെങ്കിലും ശാരീരികമാണെങ്കിലും, അപ്പോൾ അതിജീവനത്തിൻ്റെ ഒരു ദൈവ പദ്ധതിയായിട്ടാണ് ക്രിസ്തു വ്യക്തികൾ ഉടമ്പടിയിലൂടെ ഓരോ നിമിഷവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങൾ കുറച്ചുകൂടി സീരിയസ് ആകണമെന്ന് പറഞ്ഞത്. എന്താ സീരിയസ് ആകണമെന്ന് പറഞ്ഞതെന്ന് അറിയാമോ? ഇതിന് ഒത്തിരി സാധ്യതയുള്ളത് ഓരോ ദിവസവും നമ്മൾ അനുഭവിക്കുന്നുണ്ട് ഓരോ വ്യക്തികൾ. ഇപ്പം ഇന്ന് വെളുപ്പിന് ഞാനൊരു സാക്ഷ്യം 3.5 മണിക്കൂർ സാക്ഷ്യം കേട്ടു. സർക്കാസ്റ്റിക്കാണ് അത്. അപ്പോൾ ഒരു കുട്ടിക്ക് സ്ഥിരമായിട്ട് അവർക്ക് ഹിയറിങ് കിട്ടത്തില്ല. 3-4 പ്രാവശ്യം ഈ OIT എഴുതിയിട്ടുണ്ട്. കുറേ വർഷമായിട്ട് കുറേ നാളായിട്ട് ഹിയറിങ് കിട്ടത്തില്ല. ഇപ്പോൾ എന്താ അത് കിട്ടത്തില്ല. പക്ഷേ ഇറ്റ് ഈസ് നോട്ട് നോൺ ടു മീ. എന്നോട് അവൾ അത് പറഞ്ഞിട്ടില്ല. ഇതാണ് എൻ്റെ പ്രശ്നമെന്നുള്ളത് എന്നോട് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇവരിങ്ങനെ ഈ പ്രൊഫഷണൽസ് എല്ലാം ഇങ്ങനെ മുട്ടനിക്കുമല്ലോ ഇവിടെ. അപ്പം ഓരോ പ്രോസസ് പ്രയറിൻ്റെ സമയത്ത് ഞാൻ ഇവളുടെ ചെവിയെ തൊട്ട് പ്രാർത്ഥിക്കും. പക്ഷേ ഇറ്റ് ഈസ് നോട്ട് നോൺ ടു മീ. ഇവൾക്ക് ഇതാണ് പ്രശ്നമെന്നുള്ളത് എന്നോട് പറഞ്ഞിട്ടില്ല. പക്ഷേ ചെവിയെ തൊട്ട് പ്രാർത്ഥിക്കുമ്പോൾ ചെവി വേറെ, അതായത് ഇവൾ പോകുമ്പോൾ ഇവൾ ചിന്തിക്കും എന്തുകൊണ്ടാണ് അച്ഛൻ്റെ ചെവിയെ തൊട്ടത്. പക്ഷെ അത് അപ്പോഴതിന് ഉത്തരമില്ല. പരീക്ഷകളിലേക്ക് പോയി ഇരിക്കുമ്പോൾ ഇവളുടെ മെയിൻ പ്രോബ്ലം എന്തായിരുന്നു?
എല്ലാ സമയത്തും മൊഡ്യൂൾ പോകാൻ കാര്യം ഹിയറിംഗ് മൊഡ്യൂളാണ് പോണത്. പരീക്ഷ ഹോളിൽ ചെല്ലിക്കുമ്പോൾ എന്താ സംഭവിക്കണത്? ഇവൾ പഴയതുപോലെ തന്നെ കേൾക്കണത് ഒരു സംഭവം, കേൾക്കണത്, പക്ഷേ അതിനും ഉത്തരം പറയണത് വേറെ സംഭവം. അതായത് അതുപോലെ തന്നെ കേൾക്കണത് ഒരു സംഭവം, പിന്നെ എഴുതി വെക്കണത് വേറെ സംഭവം. അപ്പോൾ ഇവർക്ക് തന്നെ അറിയാം ഇത് എന്ത് മണ്ടം പരിപാടിയാണ് കാണിക്കണത്. ഞാൻ കേൾക്കണതല്ലല്ലോ തിരിച്ച് പറയണത്, ഞാൻ കേൾക്കണതല്ലല്ലോ എഴുതി വെക്കണത്. അപ്പോൾ ഇത് തമ്മിൽ ഇവർക്ക് തന്നെ കൺഫ്യൂഷനാണ്. അതായത് ഇതിനെ ചെവിയെ തൊട്ടിരിക്കുന്ന ഒരു അഭിഷേക പ്രാർത്ഥനയുടെ ഒരു അവസ്ഥ, ഇത് ചെവിയിൽ ആ വരുന്ന മൊഡ്യൂൾസിനെ അതേസമയം തന്നെ ഇതിനെ ട്രാൻസ്ഫർ ചെയ്യുകയാണ് അതിൻ്റെ കറക്റ്റ് ഉത്തരങ്ങളിലേക്ക് ഗൈഡ് ചെയ്തുകൂടെ. ഞാൻ ഇടയ്ക്ക് നിങ്ങളോട് പറയാറുണ്ട്, ഉടമ്പടി ഒരു ഗൈഡഡ് മിസൈൽ പ്രോഗ്രാംഡ് പ്രെയർ പോലെയാണ്. ഇത് അതിൻ്റെ കറക്റ്റ് ടാർഗറ്റിലേക്കേ പോകത്തുള്ളൂ, ഷാർപ്പ് ഷൂട്ട് ചെയ്യുന്ന പ്രെയറാണിത്. അതുകൊണ്ടാണ് നിങ്ങളെപ്പോഴും ഈ വളരെ മാത്തമാറ്റിക്കലായിട്ടാണ് ഉടമ്പടിയോട് ഇടപെടേണ്ടത്. കാര്യം അതിലെന്താണ് ഡിമാൻഡ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ ഒരു ഫീലുണ്ട്. ഡിമാൻഡ് ചെയ്യണത് നമുക്ക് ടെക്നിക്കലായിട്ട് വേണമെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്യാം, ടെക്നിക്കൽ സാറ്റിസ്ഫാക്ഷൻ ഫങ്ഷനായിട്ട് മാറും. പക്ഷേ അതിൻ്റെ അകത്ത് ഒരു കോർഡിയൽ എലമെൻ്റ് ഉണ്ട്, ദൈവത്തോടുള്ള സ്നേഹം. അതുകൂടി ചേർത്ത് വെച്ചാണ് നിങ്ങൾ ഇപ്പോൾ പത്രോസ് തന്നെ എന്താ പറയണത്, പ്രസംഗിക്കുന്നവൻ. ഇഫ് യു ആർ എ സ്പീക്കർ, സ്പീക്ക് ആസ് ഇഫ് ഇറ്റ് ഈസ് ഇൻസ്ട്രക്റ്റഡ് ബൈ ദ ഗോഡ്. ആ വായിച്ചതിനും എടുത്ത് ശ്രുതികട ഹല്ലേലൂയ യേശുവേ സ്തുതി ഹല്ലേലൂയ 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 യേശുവേ ആരാധന. ഉന്നതൻ നീ അത്യുന്നതൻ നീ, നിന്നെ പോലൊരു ദൈവമില്ല. ഉന്നതൻ നീ അത്യുന്നതൻ നീ, നിന്നെ പോലൊരു ദൈവമില്ല. അത്ഭുതമാ അതിശയമാ നീ മാത്രമേ ദൈവമെന്നും. 1 പത്രോസ് 4:11 പ്രസംഗിക്കുന്നവൻ ദൈവത്തിന്റെ അരുളപ്പാട് നൽകുന്നവനെ പോലെ പ്രസംഗിക്കട്ടെ. ശുശ്രൂഷിക്കുന്നവൻ ജസ്റ്റ് ഗോട്ട് ദ പോയിന്റ്. എന്താണ് അടുത്ത എന്താ പറയണത്? ശുശ്രൂഷിക്കുന്നവൻ. വായിച്ചോളൂ. ശുശ്രൂഷിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ലഭിച്ച ശക്തി കൊണ്ട് എന്ന പോലെ ശുശ്രൂഷിക്കട്ടെ. അപ്പൊ ശുശ്രൂഷയാണ് ഇവിടുത്തെ വിഷയം. നിങ്ങൾ പറഞ്ഞാലും ആര്? കർത്താവിൽ നിന്ന് അരുളപ്പാട് ലഭിച്ചവനെ പോലെ പറയണം. പിന്നെ എന്താണ്? നിങ്ങൾ ശുശ്രൂഷിച്ചാൽ, ഇപ്പം നീ ദൈവത്തിൽ നിന്ന് ശക്തി ലഭിച്ചവനെ പോലെ നിങ്ങൾ ശുശ്രൂഷിക്കണം. അപ്പോൾ ദൈവത്തിൽ നിന്ന് ശക്തി ലഭിച്ചവനെ പോലെ. അപ്പോൾ ശുശ്രൂഷയും ശക്തിയും തമ്മിൽ ബന്ധമുണ്ട്. എന്താ കാര്യം? യേശു ക്രിസ്തു 1 Corinthians 1:24 പറയുന്ന എന്താ പറയണത്? ദൈവത്തിൻ്റെ ജ്ഞാനമാണ്, ദൈവത്തിൻ്റെ ശക്തിയാണ്. ക്രിസ്തുവിൽ നിന്ന് ശക്തി ലഭിക്കുക എന്ന് വെച്ചാൽ ശക്തിയുടെ ക്രിസ്തുവിൻ്റെ തത്സമമായിട്ടാണ് ശക്തി വരുന്നത്. ക്രിസ്തു വരുന്നത്, നമ്മുടെ ഉള്ളിൽ വരണത്, അതിൻ്റെ ഫീലിംഗ് പ്രയോഗപരതയിൽ വരണത് ഈ ശക്തിയാണ് ഫീൽ ചെയ്യണം. എന്തൂസിയാസമായിരിക്കും. ഇതിന് നമ്മൾ അഭിഷേകമെന്നും പറയും. ഭയങ്കര പവർ. അത് വിവിനൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് അല്ലേ? ബിടെക്കിൻ്റെ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ കൃപാസനം പത്രം ബേക്കറി ജംഗ്ഷനിലൊക്കെ കൊണ്ടുനടന്ന് കൊടുക്കുകയും ഉച്ചക്കാണ് പരീക്ഷ. അതെന്താണ്? ദൈവത്തിൽ നിന്ന് ശക്തി ലഭിച്ചവനെ പോയി. പരീക്ഷയാണ്, സപ്ലിയാണ്, കുറേ സപ്ലി ഉണ്ടായിരുന്നു. അതേപോലെ ആ സമയത്തും ഉള്ളിൽ നിന്ന് ശക്തി ലഭിച്ചവനെ പോലെയാണ് ആ ശുശ്രൂഷ പോണത്. അപ്പം അതുകൊണ്ട് ശുശ്രൂഷകളല്ല നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാവോ? നിങ്ങൾക്ക് ശുശ്രൂഷിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം ശക്തി ലഭിക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ശുശ്രൂഷ ലഭിക്കാൻ വേണ്ടി ഉടമ്പടി പ്രകാരമുള്ള പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യാൻ ആവശ്യമായ ക്രിസ്തു അംശമായ ശക്തിയാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രുതികട്ടെ.
യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിന്റെ ശക്തി ഞങ്ങൾ നിറഞ്ഞതുപോലെ സൂക്ഷിക്കുവാൻ ഞങ്ങളെ കൃപ ചെയ്യണമേ. ഒരുമിച്ച് പാടുക. നിൻ കൃപ മതി എനിക്ക്, നാഥാ നീ മതി എനിക്ക്. നിൻ കൃപ മതി എനിക്ക്, ഈ മരുയാത്രയിൽ തിരുകൃപ മതി എനിക്ക്. ഈ മരുയാത്രയിൽ ഈ മരുയാത്രയിൽ തിരുകൃപ മതി എനിക്ക്. നാഥാ നീ മതി എനിക്ക്, നാഥാ നീ മതി എനിക്ക്. നിൻ കൃപ മതി എനിക്ക്, നാഥാ നീ മതി എനിക്ക്. നിൻ കൃപ മതി എനിക്ക്, ഈ മരുയാത്രയിൽ തിരുകൃപ മതി എനിക്ക്. കൃപ ലഭിക്കാനുള്ള ഏറ്റവും വലിയ ഒരു ആവശ്യം, എളുപ്പ വഴിയെന്ന് പറഞ്ഞാൽ കൃപയെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുകയും ധ്യാനിക്കുകയും ആഗ്രഹിക്കുകയും കൊതിക്കുകയും ചെയ്യണം. കൃപയെക്കുറിച്ച് എപ്പോഴും ഇങ്ങനെ കൊതിച്ചുകൊണ്ടിരിക്കണം. കർത്താവേ, നിൻ്റെ കൃപയാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. കാര്യം കൃപ പവർ ഓഫ് ഗോഡാണ്. കൃപ പവർ ഓഫ് ഗോഡാണ്. ഇതെങ്ങനെ വർക്ക് ചെയ്യുമെന്ന് നമുക്ക് ഒരു പിടിയില്ല. എന്നുവെച്ചാൽ ഇത് മെറിറ്റിലല്ല വർക്ക് ചെയ്യണത്. മെറിറ്റിലല്ല വർക്ക് ചെയ്യണത്. നമ്മുടെ കോൺഫിഡൻസ് ഇരിക്കുന്നത് മെറിറ്റിലാണ്. പലപ്പോഴും നമ്മുടെ കോൺഫിഡൻസ് അസോസിയേറ്റ് ചെയ്ത് അത് ഘടിപ്പിച്ചിരിക്കുന്നത് മെറിറ്റ് എന്നുള്ള അതായത് യോഗ്യത എന്നുള്ള ഒരു വിഷയമായിട്ടാണ് നമ്മുടെ ആത്മവിശ്വാസം ഘടിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ കൃപയുടെ റെലമിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ മെറ്റീരിയൽ ആയിട്ടുള്ള മെറിറ്റും അതിനോട് ബന്ധപ്പെട്ട് വരുന്ന കോൺഫിഡൻസും അത് നിങ്ങളുടെ മനുഷ്യാത്മകതയുടെ ഒരു ഭാഗമാണ്, ദൈവികതയുടെ അല്ല. വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയമാണ് സംസാരിച്ചത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പല കോൺഫിഡൻസും, ഇപ്പോൾ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ല എന്ന് പറയത്തില്ലേ, എനിക്ക് കോൺഫിഡൻസ് ഇല്ല. ചിലപ്പോൾ ഇൻ്റർവ്യൂവിനാകും എനിക്ക് കോൺഫിഡൻസ് ഇല്ല. കഴിഞ്ഞ ദിവസത്തെ ഒരു സാക്ഷ്യം എന്താണ്, അതായത് ഇൻ്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇൻ്റർവ്യൂവിലാണ്, എംബസിയിലെ വിസ ഇൻ്റർവ്യൂ ആണ്. പക്ഷേ ഇവർക്ക് സ്പീക്കിംഗ് ഭയങ്കര പ്രോബ്ലമാണ്. അപ്പുറത്ത് ഇരിക്കുന്ന ആൾ വിസ ഇൻ്റർവ്യൂ അല്ല, ജോബ് ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ ജോബ് ഇൻ്റർവ്യൂവിന് അയാളോട് സംസാരിക്കുകയാണ്. പക്ഷേ സംസാരിക്കുമ്പോൾ ഇവൾക്കൊരു കോൺഫിഡൻസും ഇല്ല. എന്നിട്ട് ഇവൾ സംസാരിക്കണമെല്ലാം പൊട്ടത്തെറ്റാണെന്ന് ഇവൾക്ക് നന്നായിട്ടറിയാം. പക്ഷേ അതിൻ്റെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ ഇറ്റ്സ് ഓക്കെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവൾക്ക് തോന്നുന്നു ഇയാൾ എന്തറിഞ്ഞിട്ട് ഞാൻ പറയുന്ന പൊട്ടത്തെറ്റാണല്ലോ, പിന്നെ ഇയാൾ എന്താണ് ഇറ്റ്സ് ഓക്കെ പറഞ്ഞു, ഇയാൾ എന്നെ കളിയാക്കുകയാണെന്നാണ് അവൾ ചോദിക്കുന്നത്. പക്ഷേ അതല്ല സംഭവം. ആ ജോലി അവൾക്ക് കിട്ടും. ദാറ്റ് ഈസ് ഡിവോയ്ഡ് ഓഫ് യുവർ മെറിറ്റ്. അതാണ് വിഷയം. അതായത് നമ്മുടെ കോൺഫിഡൻസ്, കോൺഫിഡൻസ് എന്ന് പറയുന്ന നിങ്ങളുടെ ആത്മവിശ്വാസം, അത് നിങ്ങൾ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ മെറിറ്റുമായിട്ടാണ്. നിങ്ങളുടെ യോഗ്യത, മേ ബി കലിബർ, കപ്പാസിറ്റി, അത് ലാംഗ്വേജ് ആകാം, അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും തരത്തിലുള്ള സർട്ടിഫിക്കറ്റ്സ് ആയിരിക്കും, അല്ലേ? നിങ്ങൾ നേടിയെടുത്ത കുറേ സർട്ടിഫിക്കറ്റുകൾ, ക്രാഷ് ആയിട്ടുള്ള കോഴ്സുകളിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള സർട്ടിഫിക്കറ്റുകളായിരിക്കും. അതാണ് നിങ്ങളുടെ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങളുടെ കോൺഫിഡൻസ് നിങ്ങൾ നേടിയെടുത്ത നിങ്ങളുടെ മനുഷ്യ ശക്തിയിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ള നിങ്ങളുടെ നേട്ടത്തിനേക്കാൾ ഉപരി ബിബ്ലിക്കൽ കോൺഫിഡൻസ് വർക്കൗട്ട് ചെയ്യണത് നിങ്ങളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലാണ്. കൈയടിച്ച് കർത്താനത്തോടെ ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും,
അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഇന്നിവിടെ ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ നമ്മളുടെ ആത്മവിശ്വാസം വർക്ക് ചെയ്യണത് നമ്മുടെ യോഗ്യതയിലല്ല, മറിച്ച് കർത്താവിൻ്റെ വാഗ്ദാനങ്ങളിലുള്ള വിശ്വാസത്തിലായിരിക്കണം. സങ്കീർത്തനം 44:3 എന്താ പറയണത്? അവരെ നാട് പിടിച്ചടക്കിയത് വാളുകൊണ്ടല്ലെന്ന്. ഭയങ്കര വചനമാണ്. ഞാൻ വെളുപ്പിനെ 3 മണിക്ക് എഴുന്നേറ്റപ്പോൾ ആ സമയത്തുള്ള പ്രാർത്ഥന കിട്ടിയ വചനങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കണതൊക്കെ. അതായത് അവരെ നാട് പിടിച്ചടക്കിയത് വചനങ്ങൾ വാളുകൊണ്ടല്ല. പിന്നെ എന്താണെന്ന് സങ്കീർത്തനം പറയുന്നുണ്ട്. സങ്കീർത്തനം 44:3 വായിച്ചോളൂ. വാളുകൊണ്ടല്ല അവർ നാട് പിടിച്ചടക്കിയത്, കരമ്പലം കൊണ്ടല്ല അവർ വിജയം വരിച്ചത്. എന്ന് പറഞ്ഞ വാളുകൊണ്ടല്ല അവർ നാട് പിടിച്ചടക്കിയത്, കരബലം കൊണ്ടല്ല അവർ വിജയം വരിച്ചത്. പിന്നെ എന്തുകൊണ്ടാണ് സങ്കീർത്തനം പറയുന്നുണ്ട്? പറഞ്ഞോളൂ, വായിച്ചോളൂ താഴേക്ക്. അവിടുത്തെ വലതു കൈയും അവിടുത്തെ വലതു കൈയും ഭുജവും മുഖപ്രകാശവും കൊണ്ടത്രേ അങ്ങ് അവരിൽ പ്രസാദിച്ചു. കണ്ടോ, അവർ നാട് പിടിച്ചടക്കിയത് എങ്ങനെയാണ്? നാട് പിടിച്ചടക്കുകയോ പരീക്ഷ ജയിക്കുകയോ അല്ലെങ്കിൽ വസ്തു ലേലത്തിൽ പിടിക്കുകയോ കേസ് ജയിക്കുകയോ അല്ലെങ്കിൽ വിവാഹം കഴിക്കുകയോ മക്കൾ ജനിക്കുകയോ ചെയ്യുന്നതിന് 2 ഫോർമാറ്റ് ഉപയോഗിക്കാം. സ്വാഭാവികമായ എല്ലാവർക്കുമുള്ള ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഫോർമാറ്റ് ഉപയോഗിക്കാം. പക്ഷേ നീ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ വരുന്ന ആളല്ലല്ലോ. നിന്നെ ക്രിസ്തു സ്പെഷ്യൽ കമ്പാർട്ട്മെൻറ്റിലേക്ക് മാറ്റിയില്ലേ? അവൻ നിന്റെ വില കൊടുത്തു കഴിഞ്ഞപ്പോൾ നിന്റെ വീണ്ടെടുത്തപ്പോൾ കൈയിടിച്ച് കിടത്താൻ ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. പരിശുദ്ധ പരമ